ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു MJ ഫാമിലി ഇന്ത്യൻ. ഇന്ന് ഞാനും പപ്പയും അമ്മയുണ്ട് കിച്ചണിൽ. സോ നമ്മൾ ഇന്ന് പാചകം ചെയ്യാൻ പോകും. അടിപൊളി ഒരു പാചകം ചെയ്യും. ഈ വീഡിയോ നിങ്ങൾ കാണുക ഗൈസ്. ഇപ്പോൾ പാചകങ്ങൾ കാണാം, പോവാം. എണ്ണ ഒഴിക്കാൻ പോവാണ്. ഗൈസ്, ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കറിയാണ്. സോ എന്താ കറിയെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ആദ്യം കുക്കറിൽ വെച്ചിരിക്കുകയാണ്. സ്റ്റൗ ആണ്. എണ്ണ ഒഴിച്ച് നല്ല ചൂടാക്കി അടുത്ത പരിപാടി ഇടാൻ പോകുന്നത് കടുക്. സോ മമ്മി വന്നിട്ട് കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കുന്നത് കൈസ് ചൂടായിട്ട് കടുക് ഇടാൻ പറ്റും. ഡാഡി വന്നിട്ട് ഇവിടെ തേങ്ങ ചെരുവോ. ഓക്കെ, എല്ലാവർക്കും ഓരോരോ പണിയുണ്ട് ഗൈസ്. മമ്മിയോടെ ജോലി ചെയ്യണം, ഡാഡി ജോലി ചെയ്യണം, ഞാൻ വീഡിയോ ജോലി ചെയ്യണം, കണ്ടില്ലേ? അപ്പോൾ ഒന്നുമില്ല ഗൈസ്, ഇറച്ചി മേടിച്ചിട്ടുണ്ട്, സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ് മമ്മി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറി അല്ലേ? ചിക്കൻ കറിയാണ്. അതുകൊണ്ട് ഡാഡി മമ്മി എന്താ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുക, എന്താ പാചകം ചെയ്യണം. അതുകൊണ്ട് മമ്മിൻ്റെ സ്പെഷ്യൽ മസാല. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഒളിച്ചൊന്നും കഴിഞ്ഞില്ല, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിയാണ്. അത് സ്പെഷ്യൽ നല്ല സ്പെഷ്യൽ കറിയാ ചിക്കൻ. അത് അടിപൊളി കറി. കണ്ടില്ലേ പപ്പ എങ്ങനെ തേങ്ങ തിരുമണുണ്ടല്ലേ? ഒരുപാട് വർഷമായി തേങ്ങ തിരുമോ. മമ്മി എന്താ ചെയ്യാ? മസാല അങ്ങെല്ലാം എടുക്കുക. എന്തെല്ലാം ഉണ്ടല്ലോ ഇതിൽ. മസാലന്റെ ബോക്സ് ആണ്, നല്ല ഭംഗിയായ ബോക്സ്. ഇത് അടിച്ചു വെക്കുമ്പോൾ നല്ല, ഇത് തുറക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഇതെല്ലാം ചേർക്കുന്നത് എന്തുകൊണ്ട്? മല്ലി, വടജീരകം, ഗ്രാമ്പ്, ഏലക്ക, പിന്നെ കമ്പ്. അപ്പോൾ എണ്ണ ചൂടായി എന്ന് തോന്നുന്നു. ചൂടായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇടാൻ പോകുന്നത് നമ്മളുടെ സ്വന്തം കടുക്. അയ്യോ പൊട്ടുന്നു ഗൈസ്, പൊട്ടുന്നു ദൂരെ. ഓ, നല്ല തിളച്ച എണ്ണയിൽ കടുക്. തെറിക്കുന്നു ഗൈസ്, തെറിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, നല്ല ചൂട് എണ്ണയില് കടുക് പടപടാന്ന് പൊട്ടുന്നുണ്ട്. അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്ന വെളുത്തുള്ളി, സവാള, ഇഞ്ചി. ഓക്കെ, അപ്പൊ ഗൈസ്, ഒരു എക്സ്പ്ലോഷനായി, ഒരു ബോംബ് പൊട്ടിയ പോലെയാണ് എണ്ണ തെറിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഗൈസ്, അത് എണ്ണ തെറിക്കുന്ന അങ്ങനെയാണ്. പാചകം ചെയ്യുമ്പോൾ കുറേ ടാസ്ക് ഉണ്ട്. അപ്പോൾ മമ്മി പറഞ്ഞ പോലെ വഴയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊന്ന് ഇളക്കുക. കണ്ട, നല്ല ഭംഗിയായ കളറുണ്ട്. അപ്പുറത്ത് മമ്മി കത്തിച്ചു. ഈ മസാല ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ പോലെ, ബ്രൗൺ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. പറഞ്ഞ പോലെ മമ്മി പാചകം ചെയ്യുകയാണ്, എളുക്കമാണ്. ഇവിടെ ഡാഡി തേങ്ങ തിരുമുകയാണ്, പിന്നെ ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഡാഡി തംസപ്പ് കാണിച്ചു, ഒന്നിടെ കാണിച്ചോളൂ. അതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ യൂട്യൂബ് ചാനലിൽ സ്വാഗതം. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. കണ്ടില്ലേ, നല്ലപോലെ ചൂടാക്കുക. നല്ലപോലെ എണ്ണ ഇട്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ രുചി വരും. അതിന് പറഞ്ഞ് നല്ല എണ്ണ യൂസ് ചെയ്യാം. ഇത് സ്പെഷ്യൽ എണ്ണ, സപ്പോള ടേസ്റ്റിയാണ് എണ്ണ. ചിക്കൻ കഴി റെഡി ആയിട്ടുണ്ട്. ഡാഡി പറയുന്നത് സഫോള ടേസ്റ്റി ഓയിൽ യൂസ് ചെയ്യാനാണ്. അത് നല്ലതാണ്, അത് ഹെൽത്തിന് ഏറ്റവും പറ്റിയത്, ഹെൽത്തിന് നല്ലതാണ്. കാരണം
കണ്ടില്ലേ? നമുക്ക് അസുഖമൊന്നും പിടിക്കില്ല. പപ്പ നേരിട്ടായിട്ട് തേങ്ങ തിരുമ്മി ചുരുണ്ടി എടുക്കും. കണ്ടില്ലേ? ഇതെല്ലാം നമ്മൾ കാണാം. കണ്ടോ? ഇത് വെച്ചാണ് ചുരുണ്ട്. അത് നാട്ടിലെ സ്റ്റൈല്. കണ്ടില്ലേ? ഗൈസ്, ഉള്ളി വാടാന്ന് പറഞ്ഞാൽ ഗോൾഡൻ കളർ ആവാനും വേവാനും നിങ്ങൾ ഇച്ചിരി സ്വല്പം ഉപ്പ് ഇടുക. ടേസ്റ്റിനല്ല, ഇത് ഉള്ളി ഇച്ചിരി ഗോൾഡൻ ഇത് പെട്ടെന്ന് ഒരു വേവാകാൻ വേണ്ടിയാണ് ഉപ്പ് ഇടുന്നത്. പാചകം ചെയ്യുന്നത് ഈസി ഇല്ല ഗൈസ്, നല്ല ചൂടാണ്. പാചകം ചെയ്യുന്നത് ഒരു ടാസ്ക്കാണ് ഗൈസ്. സ്റ്റൗവിന് മുമ്പേ നമ്മൾക്ക് പറയാം, സ്റ്റൗവിന് മുമ്പേ നിന്ന് ചെയ്യുന്നതാണ് പാട്. മമ്മിക്ക് ഒരു സല്യൂട്ട്. അപ്പോൾ മമ്മിക്ക് കൈവേദന ഉണ്ട്, എന്നാലും ചെയ്യുക. എന്താ ചെയ്യുക? എല്ലാ അമ്മമാരും ഇങ്ങനെയാണ് നമ്മൾക്ക് കഴിക്കാൻ കഷ്ടപ്പെട്ട് ചെയ്ത് കൊടുക്കുന്നതല്ലോ. തന്താനേ നാനേ 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 കളത്തര മമ്മേരെ കളത്തര. ഓക്കെ, ജോക്സ് അപ്പാർട്ട്, ലെറ്റ്സ് കുക്ക് ഗൈസ്. അപ്പോൾ ആഹാ, നല്ല മണം. സൈക്കിൾ ഗ്യാപ്പിൽ ഡാഡി തേങ്ങ കഴിച്ചോണ്ട് പോകും. അതെ. അപ്പോൾ ഗൈസ്, മിക്സി അടിക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ്. മിക്സി മമ്മി അടിക്കുകയാണ്. ഓക്കെ, ഡാഡിന്റെ മൈക്ക് പോയോ? ഓഫ് ചെയ്തോ. സോ ഗൈസ്, നിങ്ങൾക്ക് ഇതിൽ കാണാൻ വീഡിയോയില് ഉള്ളി നല്ല പോലെ വരട്ടി വരുവാണ്. കണ്ടില്ലേ? സോ മമ്മി ചെയ്യുന്ന പാചകം ഇച്ചിരി സ്പെഷ്യലാണ്. പെട്ടെന്ന് ചെയ്യുന്ന കാര്യമല്ലോ. ബാച്ചിലറും പിന്നെ എല്ലാവർക്കും, ഫാമിലി എല്ലാവർക്കും പാചകങ്ങൾ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അതിൽ ചേർക്കാൻ പോകുന്ന മഞ്ഞൾപ്പൊടി, മല്ലി അങ്ങനെയല്ല, മഞ്ഞൾപ്പൊടി ഗൈസ്. അടുത്തത് കശ്മീരി പൊടി. നമ്മൾ ചേർക്കുന്നത് കശ്മീരി മുളക് പൊടി 2 സ്പൂൺ മമ്മി ഇടുകയാണ്. ചെറിയ സ്പൂണാണ്. 3 4 3.5 സോറി ഗൈസ്, 3.5 സ്പൂണ് കശ്മീരി മുളക് പൊടി മമ്മി ഇട്ടിട്ടുണ്ട്. അടുത്തത് ഇത് ധനിയ അല്ല ഗൈസ്, മല്ലിപ്പൊടി. അപ്പൊ ഇവിടെ നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അടുത്തത് ഈ മസാല ഇവിടെ ഉണ്ട്, അത് ഇടാൻ. അതുകൊണ്ട് കണ്ടില്ലേ? സോ ഇതിൽ റിപ്പീറ്റ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, ഇത് കായം മമ്മി ഇടുന്നുണ്ട്, LGന്റെ കായം പൊടി. ഇതിൽ ചേർത്തിനത് കശ്മീരി പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ശകലം. മല്ലിപ്പൊടി കൂടുതലിടരുത്, നോക്കുക, കുറച്ചിട്ടാ മതി. ആ, മല്ലിപ്പൊടി പൊടിച്ചതാണ്. ഇത് കുരുമുളക് പൊടി, ഇതും മമ്മി അരച്ചതാണ്. ഇത് സ്പെഷ്യൽ മസാല, നിങ്ങൾക്ക് അന്നേരം കാണിച്ചത് അരച്ച് വെച്ചിരിക്കുക. കണ്ടില്ലേ? നല്ല ഭംഗിയായ ഗോൾഡൻ കളറിൽ നിങ്ങൾക്ക് കാണാം. ആഹാ, എന്താ ഗൈസ്, കൊതി പറഞ്ഞല്ലേ? ആ, അടുത്തത് ചേർത്തത് തക്കാളി, ടൊമാറ്റോ, ദ ബ്യൂട്ടിഫുൾ ടൊമാറ്റോ വിത്ത് ഓണിയൻ. സോ ഗൈസ്, നോക്കൂ, നല്ല ടൊമാറ്റോ ചേർത്തു. ടൊമാറ്റോ ചേർക്കുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്വാളിറ്റി കാണാം.
വീഡിയോയിൽ. ആഹാ, കണ്ടില്ലേ ഭംഗിയായ കളർ നിങ്ങൾക്ക് ഈ ഡിഷിൽ കാണും. അടുത്തത് മമ്മി ചേർക്കാൻ പോകുന്ന മമ്മി ഇങ്ങോട്ട് വന്നിരുന്നു. സോറി, മമ്മിക്ക് ഡിസ്റ്റർബ് ചെയ്യുന്ന വീഡിയോ എടുക്കുന്നതുകൊണ്ട് പറഞ്ഞു മമ്മിക്ക് ട്രബിളാകും. ഇതാണ് ഇറച്ചി മസാല. ഈസ്റ്റേണിൻ്റെ മട്ടൺ മസാലയാണ്. നിങ്ങൾക്ക് ചിക്കൻ മസാല ഇടാം, ബട്ട് മട്ടൺ മസാല നിങ്ങൾക്ക് ഇന്ന് നല്ല ഒരു ഫ്ലേവർ കിട്ടും. സോ നിങ്ങൾക്ക് മട്ടൺ മസാല ചേർക്കാം ഈസ്റ്റിൻ്റെ. അടുത്തത് നമ്മളുടെ ചിക്കൻ ഇടാണ്. കണ്ടില്ലേ, ചിക്കൻ ഇട്ട് വെച്ച് ഇത് എല്ലാം ഉണ്ട്. എല്ലാം കുട്ടി കഷ്ണം, ചെറിയ കഷ്ണത്തിൽ മുറിച്ച് വെച്ചിരിക്കണം. കണ്ടില്ലേ, നല്ല കോഴി. ഇവിടെ ഒരു ചിക്കൻ ഇവിടെ ഉണ്ട്. നല്ല ഇറച്ചിയാണ് കിട്ടുന്നത്. മുസ്ലിം ബൈയാണ്. നല്ല ഇറച്ചി വെട്ട് പുള്ളികൾ. നല്ല ഫ്രഷാണ്. താങ്ക് യു ബൈ. നിങ്ങൾ ഈ വീഡിയോ കാണുമെങ്കിൽ വളരെ താങ്ക് യു. അടുത്തത് മമ്മിൻ്റെ സ്പെഷ്യൽ മസാല. അതിൽ ചേർത്തിരുന്നത് നിങ്ങൾ നേരത്തെ ആദ്യത്തെ ക്ലിപ്പിൽ കാണാം. ഓക്കെ, അപ്പൊ മമ്മി പറയുന്നുണ്ട്. പറഞ്ഞേ മമ്മി എന്തെല്ലാം ചേർത്ത്? പട്ട, ഗ്രാമ്പ്, ഏലക്ക, ഇച്ചിരി മല്ലി. ഓക്കെ, അപ്പോൾ മമ്മി പറഞ്ഞ പോലെ അതാണ് സീക്രട്ട് സ്പെഷ്യൽ മസാല. ഇതെല്ലാം ചേർക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് ഫ്ലേവർ കിട്ടും ഗൈസ്. സൂക്ഷിക്കുക, മസാല കൂടി പോകരുത്. നിങ്ങൾക്ക് ഈ മല്ലി എന്ന് പറയുന്നത് നിറയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ ആയിപ്പോൾ. എല്ലാം ലിമിറ്റായിട്ട് ഇടുക. വേവാൻ വേണ്ടി സ്വല്പം വെള്ളം. അല്ലാതെ കോഴിയിൽ നിങ്ങൾക്ക് വെള്ളം ഊരും. അതിന് ഇച്ചിരി കുറച്ച് ഒരു കാൽ ഗ്ലാസ് ഓഫ് വാട്ടർ ഇട്ടാൽ മതി. നിങ്ങൾ അതിലിട്ട് ഉപ്പിടാം. ടേസ്റ്റിന് സ്വല്പം ഉപ്പിട്ടു. ടാറ്റാ സോൾട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഉപ്പിട്ടത് ഇച്ചിരി ഇളക്കി കൊടുക്കുക. പിന്നെ തിളക്കിട്ട് കഴിച്ചു ചെറുതായിട്ട് നിങ്ങൾക്ക് ഒരു കൊപ്പളം പോലെ കാണുന്നുണ്ട് പറഞ്ഞു. അത് ഇച്ചിരി ചൂടാട്ടെ. അതുപോലെ നിറയെ ബബിൾസ് വന്ന ശേഷം നിങ്ങൾ തന്നെ അടിച്ചു വയ്ക്കുക. അപ്പോൾ ഗൈസ് അടിച്ചു ലോക്ക് കറുതോ. ഓക്കെ, ലോക്കായി ഗൈസ്. അപ്പോൾ വിസിലിവിടെ വെച്ചിട്ടുണ്ട്. ചെറിയൊരു എയർ ഫോം ആകുമ്പോൾ നമ്മൾ ആ വിസിലിടുക. അതിൻ്റെ മുമ്പ് ഇടണ്ട. ഹോൾസ് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ കുക്കർ യൂസ് ചെയ്യുക. പിന്നെ കുക്കറിൻ്റെ ക്യാപ്പ് എല്ലാം കറക്റ്റാണോ, ബെൽറ്റ് കറക്റ്റാണോ എല്ലാം ചെക്ക് ചെയ്യുക. പിന്നെ 2 വർഷത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾ സർവീസ് ചെയ്യുക കുക്കർ. നമ്മളുടെ ഇത് പഴയ കുക്കറാണ്, ഇതുവരെ ഒന്നും ആയിട്ടില്ല. സേഫ്റ്റി ഉണ്ട്. കണ്ടില്ലേ, പഴയ കുക്കറാണ് ഗൈസ്. ബട്ട് നിങ്ങൾ പറയും ഈ കുക്കർ കണ്ടിട്ട് എത്ര പഴയതായിരിക്കും. നല്ല കുക്കറാണ്, പണ്ടത്തെ ഓൾഡ് ഇസ് ഗോൾഡ് ഗൈസ്. അപ്പോൾ മമ്മി പാചകം ചെയ്തിട്ട് നെക്സ്റ്റ് വേറെ എന്തുണ്ട്? കണ്ടില്ലേ, നമ്മളെ ജീസസ് ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ വീട്ടിലെ ജീസസ് ഇഷ്ടംപോലെ ഉണ്ട്. ഉണ്ട് ഇവിടെ മലമുകളിൽ ജീസസ് കുത്തിയിരിക്കുന്നു. അവിടെ സഫർ കഴിക്കുന്ന ജീസസും ശിഷ്യന്മാരുണ്ട്. കണ്ടില്ലേ, സെൻറ്ററിൽ ജീസസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് മാതാവ് കാണാം. മാതാവിൻ്റെ കൂടെ മാളക ഉണ്ണിയേശുണ്ട്. ഇത് ഗ്ലാസ് ഇട്ടിനെ കൊണ്ട് ഈ 3D നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ബട്ട് ഇത് 3D ആണ്, നിങ്ങൾക്ക് കാണാം ചെറുതായിട്ട് മൂവ്മെൻ്റ് ആവുന്നത്. ബട്ട് ഈ ഗ്ലാസ് ഇടാതെ ഭംഗിയാണ്. ഇത് എത്ര വർഷമായിക്കണോ? 10 വർഷമായിക്കണോ അല്ലേ? 11 അല്ലേ? 11 വർഷം മുകളിലായിട്ടുണ്ട് ഗൈസ്. അതാ ഇച്ചിരി ഷെയ്ഡ് നിങ്ങൾക്ക് തോന്നും. ബട്ട് നല്ലതാണ്. അന്നത്തെ ഫ്രെയിംസ് എല്ലാം അടിപൊളിയാണ്, ക്വാളിറ്റി ഉണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ സമയം 6:20 അതിൻ്റെ ശേഷം ഇവിടെ
വേളാങ്കണ്ണി മാതാവുണ്ട്, കൃപസനം മാതാവ്, ഉണ്ണി യേശു മാതാവ്, യേശു ഉണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലം. ഓക്കെ, ചെറിയ ബ്രേക്ക് കഴിഞ്ഞു. അടുത്തത് മമ്മി എന്താ ചെയ്യണം നോക്കാം. എന്താമ്മ റെഡിയായോ? ഇല്ല. അപ്പോൾ ചെറിയൊരു ചെക്കിംഗ് ആണ്. ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. അതിൽ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും തുറന്ന് കുക്കർ ഒന്ന് ഇളക്കി കൊടുക്കുക. കറക്ഷൻ നോക്കാനാണ്. കണ്ടില്ലേ, ഒരു വ്യത്യാസമുണ്ട്. ചെറുതായിട്ട് ഒരു ഫോം ആയിട്ടുണ്ട്. അതിലിപ്പോൾ ചേർക്കാൻ പോകുന്നത് അരച്ച തേങ്ങ. അതൊന്ന് വടിച്ചിടുക. നിങ്ങൾക്ക് എരിവ് കറിയാണോ ഇല്ല തേങ്ങ കറിയാണോ ഇഷ്ടമാണത് കമൻറ്റിലിടുക. ആർക്കെന്താ ഇഷ്ടം അതൊന്ന് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ഇടുക ഗൈസ്. കമൻറ്റ് ഇടുക, കറക്ഷൻ ആക്കാം. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആ ക്രീംനെസ് കാണാം. കണ്ടില്ലേ, ക്രീമി കോക്കനട്ടിൻ്റെ ആ ബാലൻസും അതെല്ലാം ഇച്ചിരി ചേർത്ത് ഒഴിച്ചിട്ടുണ്ട്. ഗ്രേവി ഇച്ചിരി ഗ്രേവി ആവും. ബിക്കോസ് വാട്ടർ ചിക്കൻ്റെ ഇച്ചിരി വെള്ളം വരും. ഇത് ഫ്രഷാണ്. നമ്മളൊന്നും ഫ്രിഡ്ജിലൊന്നും കോഴി വന്നിട്ട് ലൈവായിട്ട് മേടിച്ച് ഡയറക്റ്റാണ് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ പാചകം ചെയ്യാം. ഫ്രോസണൊന്നുമില്ല. ഫ്രിഡ്ജിൽ വെക്കുമെങ്കിൽ നിങ്ങൾക്ക് അതിൽ വാട്ടർ ഫോം ആവും. പിന്നെ ഇതിൽ ചെറുതായിട്ട് കോഴിൻ്റെ വെള്ളം ഊറും. കണ്ടില്ലേ? കണ്ടോ ക്രീമി ആയിട്ടുണ്ടോ? അതിൽ ഉപ്പ് എന്തെല്ലാം എരിവുണ്ടോ അതെല്ലാം നോക്കിയിട്ട് പിന്നെ ടെസ്റ്റ് ചെയ്തിട്ട് മമ്മി ഇച്ചിരി ഉപ്പ് ഇടുന്നുണ്ട്. വീണ്ടും ഉപ്പ് കുറവാണ്. പെർഫെക്ഷൻ ഓൺ സോൾട്ട്. റെഡി. അപ്പോൾ ഇതൊന്ന് വേവട്ടെ ഗൈസ്. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. കണ്ടില്ലേ? എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിൽ ചിക്കൻ കറി ചേന കറി എന്നതാണ്. എല്ലാവരും ചേന കറിയാണ്. എന്നാലും അറിയാത്തവർക്ക് ഒരു ചെറിയ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ദൈവം നല്ല ഒരു ബ്ലെസ്സിങ് കൊടുക്കട്ടെ. പിന്നെ എല്ലാം നല്ല കാര്യങ്ങൾ നടക്കും. ഈ മാസത്തിൽ നിങ്ങൾക്കെല്ലാം നല്ലത് നടക്കട്ടെ ഗൈസ്. എല്ലാവരും പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ കൂടെ അടുക്കുക. ഓക്കെ, ഓൾറൈറ്റ്. ഗോഡ് ബ്ലെസ് യു എവരിവൺ. അപ്പോൾ ഡാഡിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ടോന്ന് വെച്ചാ ഇപ്പൊ അടുക്കളയിൽ നേരെ ഇവിടെ വന്ന് ഇരിക്കുക. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആണ് തേങ്ങയുടെ ചീസ്. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാണുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇടുക കേട്ടോ ഗൈസ്. പിന്നെ അതൊന്ന് പറയാനാ ഇവിടെ മമ്മി എടുക്കരുതെന്ന് പറയുന്ന ബട്ട് മമ്മി എടുക്കും. മമ്മി വീഡിയോയിൽ വരാൻ ഇച്ചിരി നാനാണ് ഗൈസ്. അത് നിങ്ങൾക്ക് അറിയത്തില്ല. മമ്മി പാവം കഷ്ടപ്പെട്ട് ഇങ്ങനെ ഫാൻ ഇട്ടിട്ടുണ്ട്. കൈവേദന ഉണ്ട് പാവം. എന്താ ചെയ്യാനാ? കഴിക്കണമെങ്കിൽ ചില സാക്രിഫൈസ് ചെയ്യാൻ പറ്റും. ഡാഡിയോടൊക്കെ തിരിക്കുന്നു, മമ്മി ഇരിക്കുന്നു. സോ ഗൈസ്, പപ്പ പറയുന്ന പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോയിൽ പുതിയതാങ്കിൽ MJ ഫാമിലി ഇന്ത്യനിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ. MJ ഫാമിലി ഇന്ത്യൻ. ഓക്കെ, സോ വീഡിയോ കംപ്ലീറ്റ് കാണുക ഗൈസ്. അതുപോലെ വേറൊരു ചാനലുണ്ട്, വിജേഷ് ജോസ് എന്ന് പറഞ്ഞ്. അത് ഞാനാണ്. നിങ്ങളതും പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. മോറോവർ 2 ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ നമ്മൾ മുന്നോട്ട് വരാൻ പറ്റും. മോറോവർ അതെ. സോ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തെങ്കിൽ ഉള്ളൂ നമ്മൾക്ക് ഗ്രോത്ത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ പല കാര്യങ്ങളുണ്ട് ഗൈസ്. വീഡിയോ പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം. കണ്ടില്ലേ, ഇത് നോർമൽ മൈക്കാണ്. നിങ്ങൾക്കറിയാം വോയിസിൻ്റെ പ്രശ്നങ്ങൾ ചില സമയം കിട്ടുന്നുണ്ട്. അതെ, ഓക്കെ. ഞാൻ കൂടുതൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ വെയിറ്റ് ഗൈസ്. ചിക്കൻ റെഡിയായിട്ട് അത് വരിക്കും.
കാത്തിരിക്കുക ഗൈസ്, കാത്തിരിക്കുക. ഡാഡിയും ഇരിക്കുമെന്നു, മമ്മി ഇരിക്കുക. ഓക്കെ എവറിബഡി. മമ്മി വീണ്ടും കിച്ചണിൽ വന്നു. സോ കുറേ പോയി വീഡിയോ എടുക്കാം. എന്താ വിസിൽ പറഞ്ഞതേ ഉള്ളൂ. 3 വിസിൽ ഗൈസ്, 3 വിസിൽ. ഓക്കെ, 3 വിസിൽ പറഞ്ഞ ശേഷം 3 വിസിൽ എന്ന് പറയുമ്പോൾ ഊതുന്ന പോലെ അങ്ങനെ വന്ന ശേഷം നിങ്ങൾ ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കുക്കർ വിസിൽ വരാറായി ഗൈസ്. ഇന്ന് കുറച്ച് സമയത്തിൽ നിങ്ങളുടെ ഈ കുക്കർ വിസിൽ വരാൻ പോവാണ് ഗൈസ്, വരാൻ പോവാണ്. ഇപ്പോ വിസിൽ അടിക്കും ഗൈസ്. ഇത് നിങ്ങൾ എവിടെയും കാണാത്ത വിസിലാണ് ഇപ്പൊ. അതുകൊണ്ട് വന്ന ഗൈസ്, മമ്മി തൊട്ട വിസിലാണ് ഗൈസ്, കണ്ടില്ലേ? അങ്ങനെ വിസിലടിച്ച് ഗൈസ്. എല്ലാരും ലൈക്ക് കൊടുക്കുക. തന്നെ വിസിൽ വന്നുകൊണ്ട് ഒരു ലൈക്ക് കൊടുക്കുക. ഇവിടെ ഇച്ചിരി സവാള ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഗൈസ് 3 വിസിൽ വന്നു. അപ്പോൾ വിസിൽ അടിച്ചത് നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല, അത് കോമൺ ആണ്. ഇവിടെ ഓഫ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഗൈസ്. അങ്ങനെ 3 വിസിൽ കഴിഞ്ഞ ശേഷം കുക്കർ ഓഫ് ചെയ്തിട്ട് തന്നെ കുറച്ച് നേരം ശേഷം ഞങ്ങൾ ഈ എയർ ഔട്ട് ചെയ്തിട്ട് കണ്ടില്ലേ, കുക്കറിനെ ഒന്ന് തുറന്നു. കണ്ടില്ലേ, നല്ല തലപ്പാണ് ഗൈസ്, നല്ല ചൂടാണ്, നല്ല വെന്തിട്ടുണ്ട്. നമ്മളുടെ ചിക്കൻ റെഡിയാണ്. സോ ഇത് സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് കുക്കിംഗ് ആണ് ബൈ മമ്മി. സോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ചിക്കൻ കറി ചെയ്യാം, എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ. സോ ചേരുവങ്ങൾ എന്താ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ മിഡിലിൽ കാണാം, ആദ്യത്തെ വീഡിയോയിൽ കാണാം. പിന്നെ പഴയ വീഡിയോ പോയി നിങ്ങൾക്ക് കാണാം, പല ഡിഷുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതൊന്ന് ഡിഷ് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാം. എല്ലാം അടിപൊളിയല്ലേ, കറക്റ്റ് അല്ലേ? അപ്പോൾ മമ്മി ഒന്ന് ടേസ്റ്റ് നോക്കി ഉപ്പ് കയറി വന്നുണ്ടെന്ന്, എല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഞാൻ നോക്കാം. അപ്പോൾ മമ്മി ഇച്ചിരി വെള്ളം വീത്ത നോക്കിട്ട് എരിവ് പുളി അങ്ങനെ ഉണ്ട്. ഇത് മീനില്ലല്ലോ, ഇത് ചിക്കൻ കറിയാ, എരിവ് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, നല്ല കുക്കാണ്. ഇപ്പം ഞാൻ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാം വീഡിയോയിൽ ഗൈസ്. അപ്പോൾ ചിക്കൻ ഗ്രേവി എങ്ങനെ ഉണ്ട് ടേസ്റ്റ് നോക്കി പറയാം. സൂപ്പർ ഗൈസ്. എൻ്റെ മെഷീനിലായി, ബട്ട് നല്ല ടേസ്റ്റാണ് ഗൈസ്, അടിപൊളി. അങ്ങനെ ചിക്കൻ ഗ്രേവി റെഡിയാണ്, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നല്ല ഉണ്ടായിരുന്നു, കണ്ടല്ലേ, നല്ല തിക്ക് ഗ്രേവി ഗൈസ്. നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്യാം. ഓക്കെ, സോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണും. നിങ്ങൾ ഇതുപോലെ വീഡിയോയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചിക്കൻ കറി ചെയ്യാൻ പറ്റും. ഓക്കെ ദെൻ ബൈ ഗൈസ്.